ഓൾറൈറ്റ്, ഇതൊരു ചെറിയ വീഡിയോ ആണ്, ബ്രീഫ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ ഇൻ കേസ് ഒരു കംപ്ലീറ്റ് വൈറ്റ് പി സി സെറ്റപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെക്കാണ് ബാക്കിൽ നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത്. റീസെന്റ് നമ്മൾ ഒരു ക്ലയന്റിന് വേണ്ടി ബിൽഡ് ചെയ്ത ഒരു വൈറ്റ് പി സി സെറ്റപ്പ് ആണ്, ഇൻക്ലൂഡിംഗ് മോണിറ്റർ, കീബോർഡ്, മൗസ് കോംബോ ആൻഡ് പി സി ക്യാബിനറ്റും വൈറ്റ് ആണ്. പ്രൈസിംഗ് അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ 90,000 rupees റേഞ്ചിൽ ബിൽഡ് ചെയ്ത പി സി സെറ്റപ്പ് ആണിത്. TKFന്റെ ബിൽഡ് കോസ്റ്റും ഷിപ്പിംഗ്, വിൻഡോസ് എല്ലാം ഇൻക്ലൂഡഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. സോ ഇതൊരു പി സി ബിൽഡ് വീഡിയോ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിംഗ് കാണിക്കുന്ന വീഡിയോ ഒന്നുമല്ല. നമ്മൾ ഓൾറെഡി സെയിം സ്പെക്കിൽ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. പ്രോസസർ പവർ ചെയ്യുന്നത് AMD ആണ്, ഗ്രാഫിക്സ് കാർഡ് NVIDIA ആണ്, ഗ്രാഫിക്സ് കാർഡ് പ്രീ ഓൺഡ് ആണ്, യൂസ്ഡ് ആണ്. സോ പ്രോസസർ നമ്മൾ ഇവിടെ കൊടുത്തത് AMDയുടെ Ryzen 5 7600X ആണ്. സോ AM5 ബേസ്ഡ് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പ്രോസസർ ആണ് 7600X. മിഡ് ടു അത്യാവശ്യം ഹൈ റേഞ്ചിൽ നമുക്ക് ഓൾമോസ്റ്റ് ഓൾ റൗണ്ട് പർപ്പസിന് 5600Xന്റെ പഴയ AM4ലെ 5600Xന്റെ സക്സസർ, ബെസ്റ്റ് സക്സസർ എന്ന് പറയാം. സോ ദാറ്റ്സ് ദി പ്രോസസർ Ryzen 5 7600X. ബോർഡ് ഗിഗാബൈറ്റിന്റെ ആണ്. നമ്മൾ ആദ്യം MSIയുടെ ഒരു ബേസിക് മോഡലായിരുന്നു നോക്കിയത്, പക്ഷേ കുറച്ചും കൂടി ഒരു 4 RAM സ്ലോട്ട്സ് ഉള്ളത് വിത്ത് വൈഫൈ ബ്ലൂടൂത്ത് ഓൺ ബോർഡ് വരുന്നത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഗിഗാബൈറ്റിന്റെ B650M D3 HP AX എന്ന ബോർഡ് നമ്മൾ ചൂസ് ചെയ്തത്. അത്യാവശ്യം ഈ പ്രൈസ് പോയിന്റിൽ ഡീസെന്റ് ആയിട്ടുള്ള ബോർഡാണ്. 2 ഫുൾ M.2 സ്ലോട്ട്സ് വരുന്നുണ്ട്, സിമിലർലി 4 DIMM സ്ലോട്ട്സ് ഉണ്ട്, വൈഫൈ ബ്ലൂടൂത്ത് ഓൺ ബോർഡ് വരുന്നുണ്ട്. RAM G-Skillsന്റെ ആണ് 32GB 16GBയുടെ 2 6000 MHzന്റെ G-Skills Ripjo S5 മോഡൽ. SSD ക്രൂഷ്യലിന്റെ P3+ ആണ്, Gen 4 ബേസ്ഡ് 1TB. CPU കൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂളർ കൊടുത്തേക്കുന്നത് ഡീപ് കൂളിന്റെ AG400 മോഡലാണ്. ആൻഡ് പവർ സപ്ലൈ ഡീപ് കൂളിന്റെ തന്നെ PL650D എന്ന മോഡലാണ്. 650 വാട്ട്സിന്റെ 80+ ബ്രോൺസ് റേറ്റഡ് PSU. ആൻഡ് GPU ഞാൻ നേരത്തെ പറഞ്ഞു പ്രീ ഓൺഡ് ആണ്, യൂസ്ഡ് GPU ആണ്. Zotac-ന്റെ RTX 3060 Ti Twin Edge 8GB മോഡൽ. ആൻഡ് ഓഫ് കോഴ്സ് ഫുൾ കോമ്പണൻസ് വൈറ്റ് വേണമെന്ന് പറഞ്ഞില്ല, ക്യാബിനറ്റ് ആണ് മെയിൻലി വൈറ്റ് വേണമെന്ന് പറഞ്ഞത്. ഒബ്വിയസ്ലി ഫുൾ പാർട്സ് വൈറ്റ് വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് ബഡ്ജറ്റ് കൂടും. ബട്ട് വേണമെങ്കിൽ സിമിലർ ബഡ്ജറ്റിൽ തന്നെ വൈറ്റ് RAM, വൈറ്റ് കൂളർ ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു. ബട്ട് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യേണ്ട, ക്യാബിനറ്റ് വൈറ്റ് തന്നെ ഇരിക്കട്ടെ, അകത്തെ പാർട്സ് എല്ലാം ബ്ലാക്ക് ആകട്ടെ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് നമ്മൾ ഫൈനലി വൈറ്റ് ക്യാബിനറ്റ് വൈറ്റ് കംപ്ലീറ്റ് ആക്കിയത്. സോ ക്യാബിനറ്റ് ഗെയിം ഡിയാസ് ബ്രാൻഡിന്റെ ആണ്, Aura GC7 മോഡൽ ഇൻ വൈറ്റ്. ഫ്രണ്ടിൽ 2 ആൻഡ് ബാക്കിൽ ഒരു ARGB ഫാൻ വരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് കേസാണ്, 3500 താഴെ വരുന്ന ഒരു ബഡ്ജറ്റ് ക്യാബിനറ്റ് ആണ്. സോ അതുകൊണ്ട് ആ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് പെരിഫറൽസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതും വൈറ്റിൽ തന്നെ വേണമെന്നായിരുന്നു. സോ അങ്ങനെയാണ് വ്യൂസോണിക്കിന്റെ ഈ പർട്ടിക്കുലർ മോണിറ്റർ നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ഇത് വ്യൂസോണിക്കിന്റെ VA2732MHW എന്ന മോഡലാണ്. W സ്റ്റാൻഡ്സ് ഫോർ വൈറ്റ്. സോ 27 ഇഞ്ചിന്റെ മോണിറ്റർ ആണ്, IPS സൂപ്പർ ക്ലിയർ IPS പാനലാണ് വരുന്നത്. റിഫ്രഷ് റേറ്റ് 100 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്, 1 ms ആണ് റെസ്പോൺസ് ടൈം. ഓൾദോ ഇത് ഡസന്റ് മാറ്റർ, 100 ഹെർട്സ് മോർ ദാൻ ഇനഫ് ആണ്, കാരണം PC ഗെയിമിംഗിന് വേണ്ടിയല്ല യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹൈ റിഫ്രഷ് റേറ്റ് മോണിറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. എഡിറ്റിംഗ് ഡിസൈനിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി ഒരു 60-75 ഹെർട്സ് മോണിറ്റർ മോർ ദാൻ ഇനഫ് ആണ്. ബട്ട് ഇവിടെ നമുക്ക് 100 ഹെർട്സ് കിട്ടുന്നുണ്ട്. സോ യൂസ് കേസ് സിനാരിയോ വെച്ച് നോക്കുവാണെങ്കിൽ മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് മെയിൻ ആസ്പെക്ട് ഡിസൈനിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ കളർ ആക്യുറസി ഇമ്പോർട്ടന്റ് ആണ്. സോ എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ് വർക്ക്സിന് IPS പാനൽ, 27 ഇഞ്ചിന്റെ മോണിറ്റർ, 100 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആൻഡ് മെയിൻലി 109% sRGB റേഷ്യോ. ഇതെല്ലാം 10,000 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ലൊരു മോണിറ്റർ ആണ് ആൻഡ് ഇൻ വൈറ്റ് കളർ. കീബോർഡ് ആൻഡ് മൗസ് Zebronicsന്റെ ആണ്. Zebronicsന്റെ ഏറ്റവും ഹൈ സെല്ലിംഗ് ആൻഡ് പോപ്പുലർ മോഡലാണ് Zebronics ട്രാൻസ്ഫോമർ കോംബോ. സോ ട്രാൻസ്ഫോമർ കീബോർഡ് ആൻഡ് മൗസ് കോംബോയുടെ വൈറ്റ് എഡിഷൻ ആണ്. സോ ഇതൊക്കെയാണ് ഈ ഫുൾ PC സെറ്റപ്പിൽ നമ്മൾ യൂസ് ചെയ്ത കോമ്പോണൻസിന്റെ ലിസ്റ്റിംഗ്സ്. ടോട്ടൽ പ്രൈസ് അറൌണ്ട് 90,000 ആണ് പ്രൈസിംഗ് വരുന്നത് ആസ് ഓഫ് ടുഡേ, അതായത് ജാനുവരി 2025 ഈ മന്തിലെ പ്രൈസിംഗ് ആണ് പറയുന്നത്. ഇതിന് ചിലപ്പോൾ കൂടാം കുറയാം, കോമ്പോണൻസ് ചേഞ്ച് ആകുന്നതനുസരിച്ച്, ബ്രാൻഡ് മാറുന്നതനുസരിച്ച് പ്രൈസിംഗിലും വേരിയേഷൻ വരും.
സോ എനിവേ സിമിലർ ആയിട്ടുള്ള ഒരു PC സെറ്റപ്പ് ഇൻ കേസ് നിങ്ങൾ നോക്കുന്നുണ്ട്, മെയിൻലി എഡിറ്റിംഗ് ഡിസൈനിങ് പർപ്പസിനും കുറച്ച് എസ്തെറ്റിക്കലി വൈറ്റ് പ്ലീസിംഗ് ആയിട്ടുള്ള ലുക്കുള്ള ഈവൻ മോണിറ്റർ, കീബോർഡ്, മൗസ് എല്ലാം ഒരു വൈറ്റ് തീമിൽ വരുന്നത് നോക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഓപ്ഷനാണ് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. ആൻഡ് ഓഫ് കോഴ്സ് ബഡ്ജറ്റ് ഇതിലും കുറവാണ് ഓർ ഇതിലും കൂടുതലാണ്, നിങ്ങൾക്ക് സ്പെസിഫിക്കലി വേറെ എന്തെങ്കിലും കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സെറ്റ് ആക്കാം. എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.